Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എക്സാം അങ്ങനെ ജൂലൈ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, ട്യൂഷൻ അവൈലബിൾ ആണോ, ഏതൊക്കെ സബ്ജക്റ്റിനാണ്, എങ്ങനെയാണ് ട്യൂഷനിൽ മോഡ് എങ്ങനെയാണ്, അതേപോലെ തന്നെ എത്ര സമയമാണ് ക്ലാസ് ഉള്ളത്, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. BCom, BBA, BA, BSc എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. സെക്കൻഡ് സെമ്മിലെ ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇംഗ്ലീഷുകളുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സും എങ്ങനെ എക്സാം എഴുതണം, എത്രത്തോളം എഴുതുമ്പോഴാണ് ഒരു B+ അല്ലെങ്കിൽ Bയിലേക്കെങ്കിലും ഒക്കെ എത്തുന്നത് എത്രത്തോളം എഴുതുമ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, ശരിക്കും A+ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത്രയും അടിപൊളിയായിട്ട് എക്കണോമിക്സും ബിസിനസ്സാണ് കുറേ കുട്ടികൾക്ക് പോയിരിക്കണേന്ന് എനിക്ക് തോന്നുന്നു, ഇംഗ്ലീഷും ബിസിനസ്സൊക്കെ. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് എഴുതിയിരുന്നു. +2 എഴുതിയ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ കുറേ കുട്ടികൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ +2 ലെവൽ വെച്ചിട്ട് നിങ്ങൾ എഴുതിയത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ഞാൻ നമ്മുടെ എക്സാം ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, +2 ലെവൽ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ഡിഗ്രി ലെവലായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സീരിയസ് ആയിട്ട് തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ സപ്ലിയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് വേഗം എഴുതിയെടുക്കാം, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള സെമ്മുകളിൽ സപ്ലി വാങ്ങിച്ചു കഴിഞ്ഞാൽ മേ ബി അത് നമ്മുടെ പഠിത്തത്തെയും കൂടി എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സെം ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ഇനിയുള്ള സെമ്മുകളിൽ സപ്ലി ഇല്ലാതെ പാസ്സായി പോരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ കുറേ കുട്ടികൾ സപ്ലി വരുമ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് കാണുന്നുണ്ട്. എനിക്ക് 2 സപ്ലി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റ് പോലെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും സെമ്മുകളിലാണ് മനസ്സിലാവുക. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. അപ്പോൾ ഇനി സപ്ലി ഇല്ലാതെ നമുക്ക് പാസ്സായി പോരേണ്ട രീതിക്ക് നിങ്ങൾ എക്സാം എഴുതണം. അത്യാവശ്യം പഠിച്ച് നല്ല രീതിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഒരു പാസ് മാർക്കെങ്കിലും കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സെം എക്സാമിനെ സീരിയസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെമ്മിൻ്റെ കാര്യം പറയുമ്പോൾ സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് സെമ്മിനേക്കാളും കുറച്ച് ടഫാണ് ഇംഗ്ലീഷുകൾ 2 നമുക്ക് ഗ്രാമർ ഇല്ല, ഈ വട്ടം ഇംഗ്ലീഷിൽ ഗ്രാമർ ഇല്ല, പക്ഷേ കഥകളും കവിതകളും ചരിത്രങ്ങളൊക്കെ പറയുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സാണ് 2 ഇംഗ്ലീഷ് ബുക്കുകളായിട്ട് നമുക്കുള്ളത്. റീഡിങ്സ് ഓൺ കേരള, റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ്, ഇതാണ് 2 ബുക്സായിട്ട് നമുക്കുള്ളത്. അപ്പോൾ റീഡിങ്സ് ഓൺ കേരള എന്ന് പറയുന്ന ബുക്കിൽ നമുക്കൊരു 17ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിൽ 14 ചാപ്റ്റേഴ്സോളം വരുന്നുണ്ട്. അപ്പോൾ ഈ 17ഉം 14ഉം ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് എക്സാമിൻ്റെ 2 ദിവസം മുന്നേ ഇരുന്നാൽ ഒട്ടും പഠിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന സിലബസാണ്, അതായത് കഴിഞ്ഞ വർഷമാണ് ഇതാദ്യമായിട്ട് എക്സാം വന്നത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് ഒരു എന്താ പറയുക സെമ്മിലെങ്കിലും എക്സാം പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഈ പുസ്തകം വന്നപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് അത് ടഫായിട്ട് തോന്നിയിരുന്നു. ഓരോ ചാപ്റ്റേഴ്സും എടുക്കുമ്പോൾ പോലും അത് ടഫായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ടഫായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇംഗ്ലീഷുകൾ നമ്മൾ നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ BA BScക്കാരുടെ മലയാളം, BCom BBAക്കാരുടെ മലയാളം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സെമ്മിൽ വരുന്ന സബ്ജക്റ്റാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ അക്കൗണ്ടൻസിയും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ ചാനലിൽ ഇടാറില്ല, അപ്പോൾ അതുകൊണ്ട് തിയറി കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഇപ്പോഴേ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റിക്ക് വേണ്ടി മാറ്റി വെക്കരുത്. മാർക്കറ്റിംഗ് ഒക്കെ പിന്നെയും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം, പക്ഷേ അക്കൗണ്ടിങ് അതേപോലെ തന്നെ ഇംഗ്ലീഷുകളൊക്കെ മലയാളം, പ്രത്യേകിച്ച് മലയാളം എന്താ പറയുക ഒരുപാടുള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സെമ്മിൻ്റെ കാര്യങ്ങൾ ഓവറോൾ പറയാനുള്ളത്. ഇനി നമ്മൾ ട്യൂഷൻ്റെ കാര്യത്തേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ഇംഗ്ലീഷുകളാണ് നമ്മളിപ്പോൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 2 പുസ്തകങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞത് അത്യാവശ്യം ടഫാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾക്കിപ്പോൾ കോളേജിൽ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ
തീർച്ചയായിട്ടും ഈ 2 സബ്ജക്റ്റാണ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ എന്താ പറയുക, ഇപ്പോൾ ഡെയിലി ഈ 2 സബ്ജക്റ്റ് ഡെയിലി ക്ലാസ് വെച്ചാലേ നമുക്ക് എടുത്ത് തീരുള്ളൂ. ഇപ്പോൾ ജൂലൈ 8 മുന്നേ എടുത്ത് തീരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി 7:30 മുതൽ 8:30 വരെ നമ്മൾ റീഡിങ്സ് ഓൺ കേരള എടുത്തു കഴിഞ്ഞാൽ 8:30 തൊട്ട് 9 മണി വരെ ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദെൻ 9 മണി തൊട്ട് 10 മണി വരെ റീഡിങ്സ് ഓൺ ദ ഫ്രിഞ്ചസ്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. 1 മണിക്കൂർ ഒരു സബ്ജക്റ്റും 1 മണിക്കൂർ ഒരു സബ്ജക്റ്റും. അപ്പോൾ അതിന് 2ൻ്റെ ഇടയിൽ അരമണിക്കൂർ ബ്രേക്കും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിലും ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവർ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുകയും ബ്രേക്കൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവർ 2ാമത്തെ ക്ലാസ്സിന് വരെയും അങ്ങനെയാണ് നമ്മൾ എക്കണോമിക്സും ബിസിനസ് അവർക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെമ്മിൽ നമ്മൾ 2 ഇംഗ്ലീഷ് അവർക്ക് കൊടുത്തിരുന്നു. ദെൻ ഈ സെമ്മിൽ നമ്മൾ 2 ഇംഗ്ലീഷാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതെടുത്ത് തീരുന്നതനുസരിച്ച് മാർക്കറ്റിംഗ് എടുക്കാൻ സമയം കിട്ടിയാൽ എടുക്കാം BCom BBAക്കാർക്ക്. അപ്പോൾ എന്തായാലും 2 ഇംഗ്ലീഷാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ മാസം ജൂൺ 10 മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ജൂൺ 10 മുതൽ ജൂൺ അവസാനം വരെ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ജൂലൈയിൽ പിന്നെ ഒരു 7 ദിവസമാണല്ലോ എക്സാമിന് മുന്നേ വരണേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുള്ള് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നായിട്ട്, എക്സാമിന് ഒരാഴ്ചയ്ക്ക് മുന്നായിട്ട് നമ്മൾ ഈ 2 സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ കേസ് ഒരു ദിവസത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ലെക്ചർ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക്. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റിവിഷൻസ് നടത്തുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബാക്കി സബ്ജക്ട്സ് നിങ്ങൾക്ക് പിന്നെ ഹാൻഡിൽ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി 2 മണിക്കൂറേ ഉള്ളൂ. രാത്രി സമയത്ത് മാത്രമേ ക്ലാസ് ഉള്ളൂ. നിങ്ങൾ ജോലിക്ക് പോകുന്നവരോ പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിക്ക് രാത്രി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതേപോലെ തന്നെ നോട്ട്സ്, കൃത്യമായിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും. അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് വരും. ഒന്നും കൂടിയും സമയവും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ചില കുട്ടികൾ പറയും മിസ് എനിക്ക് റീഡിങ്സ് ഓൺ കേരള മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം ഞാൻ ആഡ് ചെയ്യും. റീഡിങ്സ് ഓൺ കേരള മാത്രം മതിയെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്ത് അതിലേക്ക് മാത്രം ജോയിൻ ചെയ്യാം. 2 വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ 2 സബ്ജക്റ്റും നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഈ ഡിസ്കൗണ്ട് വരുന്നത് 6-ാം തീയതി വരെയാണ് കേട്ടോ. അതായത് ഇന്ന് മുതൽ 6-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതിനുശേഷം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല. 10-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 6-ാം തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്താ പറയുക, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് ആയതുകൊണ്ട് അറ്റ് എ ടൈം ഒരു ക്ലാസ്സിൽ 100 കുട്ടികൾക്കേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.